Good morning, students. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ we discussed conservation of linear momentum. ലീനിയർ മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറഞ്ഞു. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ആ റോക്കറ്റ് പ്രൊപ്പൽഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത്. Now we will go for conservation of angular momentum. Okay, linear momentum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mass into velocity. Okay, നമ്മൾ അതിൻ്റെ കൺസർവേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, സോ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനിൽ അതിന് ലീനിയർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചെറിയ +2 പഠിച്ചിട്ടുണ്ടാവും. ലീനിയർ മൊമെൻറ്റം പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി, ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, നൗ before coming into the concept of angular momentumത്തിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് വേറെ കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൺസിഡർ ചെയ്തത് ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ എല്ലാ ബോഡീനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ, അവിടെയൊക്കെ നമ്മൾ ലീനിയർ മോഷനിലെ കേസിൽ, വൺ ഡയമെൻഷണൽ മോഷനിലെ കേസിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. V = U + AT, V² = U² + 2AS, S = UT + ½ AT², ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ പാർട്ടിക്കിളിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് എ പോയിന്റ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന് സൈസും ഒന്നുമില്ല, ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ജസ്റ്റ് സേ ദാറ്റ് ഇതിന് ആ പാർട്ടിക്കിളിന് വിഡ്ത്തും ഇല്ല, തിക്നെസ്സും ഇല്ല, ഒന്നുമില്ല. പോയിന്റ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല കേസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എർത്ത് മൂൺ സിസ്റ്റം, മൂൺ എർത്തിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിയർലി സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത് ദർ ഇസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് നമുക്കറിയാം, F = G(m1m2/r²). അതിൽ m1m2 എന്ന് പറയുന്നത്, ഒരു m എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസ്, അടുത്ത m എന്ന് പറയുന്നത് മൂണിൻ്റെ മാസ്, G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ദെൻ താഴെ ഒരു r² വരുന്നുണ്ട്, G(m1m2/r²). എന്താണ് r എന്ന് പറയുന്നത്? വാട്ട് ഇസ് r? r is the distance between these two masses. അതായത് എർത്ത് നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കണം, എർത്ത് നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസ് നിന്ന് മൂണിൻ്റെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല പറയുന്നത്, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് മൂണിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ പറയാം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എർത്തിൻ്റെ ടോട്ടൽ മാസ്, ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് മാസ്, ഒരു പോയിന്റ് മാസ് അല്ല, ഒരു പോയിന്റിലല്ല എല്ലാ മാസും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സ്ഫിയർ ആണ്, ആൾമോസ്റ്റ് സ്ഫിയർ. എന്താ പറയുക, അതിലെ പോൾസിൽ മാത്രം കുറച്ച് ഫ്ലാറ്റൻഡ് ആയിട്ടുണ്ടാവും, ആ ഷേപ്പിലുള്ള ഒരു സ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പോയിന്റ് പാർട്ടിക്കിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്തിന് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മാസസ്, ഒരുപാട് ചെറിയ ചെറിയ മാസുകൾ അടുക്കി വെച്ച പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസിൻ്റെ ഒരു കളക്ഷൻ. ഓക്കെ, ഓരോ പാർട്ടിക്കിളും അതിൻ്റെ സെൻറ്ററിൽ നിന്ന്, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് പല പല ഡിസ്റ്റൻസിലായിരിക്കും. ഡിസ്റ്റൻസ് വേരീസ്. എർത്തിൻ്റെ സർഫസിലാണ് ഏറ്റവും അധികം ഡിസ്റ്റൻസ്, ഉള്ളിലേക്ക് പോകുന്നതോറും ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പറയും ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ ഈ ലീനിയർ മോഷൻ എളുപ്പമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യിച്ചാൽ, ഈ പാർട്ടിക്കിൾസ് ഒക്കെ കൂടിയിട്ട് the total effect will be like all the masses are concentrated at one point. എല്ലാ മാസും കൂടിയിട്ട്
ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സോ ബേസിക്കലി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുവിധം റെഗുലർ ഷേപ്സിനൊക്കെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ക് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഒരു സ്ഫിയറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് എത്തുന്നില്ല. തൽക്കാലം നമ്മൾ സെൻറ്റർ ഓഫ് മാസിൽ മാത്രം നിൽക്കാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ഒരു കളക്ഷൻ ഉണ്ട്, സിംഗിൾ പാർട്ടിക്കിൾ അല്ല, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾ, is defined as a point at which all the mass of the system supposed to be concentrated for determining the effect of some external force. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. ഇപ്പം നേരത്തെ പറഞ്ഞ F=G(m1m2/r²) എന്ന് പറയുന്നത് ആ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്താൽ മതി, ആ സെൻറ്റർ ഓഫ് മാസ് എന്ന്. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ വിളിക്കും സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ പല കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടു വന്നാൽ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പോകുന്നത് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം, 2 പാർട്ടിക്കിളുടെ സിസ്റ്റം. ദെൻ വി വിൽ ഗോ ഫോർ n പാർട്ടിക്കിൾ സിസ്റ്റം ഓർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ 2 പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന് രണ്ടിനും ഡിഫറെൻറ്റ് മാസസ് ആണ്. m1 m2 2 മാസ് എടുത്തു. അതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് r1 r2 എന്നെടുത്തു. അതിൻ്റെ വെലോസിറ്റീസ് v1 v2 എന്നെടുത്തു. ഓക്കെ, സോ മാസ്, പൊസിഷൻ, വെലോസിറ്റി ഇത് 3 തന്നിട്ടുണ്ട്. നൗ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി v1 ദാറ്റ് ഈസ് ഗിവൺ ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടറിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. സോ v1 = dr1/dt. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ v2 = dr2/dt. ഓക്കെ, ഇങ്ങനെ കിട്ടും. സോ വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം? ഈ ഒരു 2 സിസ്റ്റത്തിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഇത് രണ്ടും കൂടി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മൊമെൻറ്റം ആഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ മൊമെൻറ്റം P = m1 v1 + m2 v2, ലീനിയർ മൊമെൻറ്റം. മാസിൻ്റെ വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സോ m1 v1 + m2 v2, അതിൽ ഞാൻ ആ വെലോസിറ്റീനെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. സോ P = m1 dr1/dt + m2 dr2/dt. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് d/dt ഓഫ് m1 r1 + m2 r2 എന്ന് എഴുതാം. കാരണം m കോൺസ്റ്റൻ്റ് ആണ്. ഓരോ പാർട്ടിക്കിളും ഡിഗ്രേഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്. ഡിഫറൻസിയേഷൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷനിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം മാസ് അവിടെ വേരിയിങ് ആണ്. ഓക്കെ, ഞാൻ മാസ് ഒന്നും വേരിയിങ് അല്ലാത്ത ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനെ ഞാനൊരു m1 + m2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ആസ് P = m1 + m2 d/dt ഓഫ് m1 r1 + m2 r2 ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അതിൽ m1 + m2 എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പം ഞാൻ ആ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റത്തിന് ഞാൻ ക്യാപിറ്റൽ M എന്ന് എഴുതി. സോ ഐ ക്യാൻ റൈറ്റ് P = M × d/dt ഓഫ് m1 r1 + m2 r2 ഡിവൈഡഡ് ബൈ m1 + m2 എന്ന് എഴുതാം. ഓക്കെ, സോ ഈ ഡിഫറൻസിയേഷൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ബേസിക്കലി വെയ്റ്റഡ് ആവറേജ്. ഒരു വെയ്റ്റഡ് ആവറേജിൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്. വെയ്റ്റഡ് ആവറേജ് ഓഫ് സം ഡിസ്റ്റൻസ് r.
ഓക്കെ, അപ്പോൾ അതിന് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സി എന്ന് എഴുതാം. ഓക്കെ, സം വെയ്റ്റഡ് ആവറേജ് ഓഫ് സം ഡിസ്റ്റൻസ്, അതാണ് ഞാൻ അവിടെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്യിച്ചാൽ ആർ സെൻറ്റർ ഓഫ് മാസ് എന്ന് എഴുതി, സി എം. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് പി ഈക്വൽ ടു എം ഡി വി സി എം എന്ന് എഴുതാൻ പറ്റും. സോറി, എം ഡി വി അല്ല, എം വി സി എം എന്ന് എഴുതാൻ പറ്റും. മാസ് ഇൻറ്റു വെലോസിറ്റി, ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് സംതിങ്. ഓക്കെ, സോ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വെയ്റ്റഡ് ആവറേജ് ഓഫ് ഡിസ്റ്റൻസിന് എനിക്കൊരു ഒരു ഡിസ്റ്റൻസ് ആർ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ആർ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. വേർ ആർ സെൻറ്റർ ഓഫ് മാസ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് ആർ സെൻറ്റർ ഓഫ് മാസ്. അതിൻ്റെ ഡിഫറൻഷ്യലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി വി സി എം എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് R center of mass, position vector of the center of mass is given by m1 r1 plus m2 r2 divided by m1 plus m2, weighted average of all the എന്താ പറയുക പൊസിഷൻ വെക്ടേഴ്സ്. ഈ രണ്ട് പൊസിഷൻ വെക്ടേഴ്സിൻ്റെയും വെയ്റ്റഡ് ആവറേജ് ആണ് പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അതിൻ്റെ ഡിഫറൻഷ്യലാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് മാസ് സിസ്റ്റത്തിന് എനിക്കൊരു പോയിന്റ് മാസ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ പോയിന്റ് മൂവ് ചെയ്യുന്ന ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറും ആ പോയിന്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ ബേസിക്കലി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു വൺ പാർട്ടിക്കിൾ സിസ്റ്റം ആക്കി മാറ്റി. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ രണ്ട് മാസും കൂടി ചേർന്ന ഒരു മാസും ടോട്ടൽ മാസും ആ ഒരു പോയിന്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പം ഞാൻ ബേസിക്കലി എന്ത് ചെയ്തു വെച്ചാൽ ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് എൻ്റെ ബാക്കി എല്ലാ ഇക്വേഷൻസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോം ആക്കി വെച്ചു. ഓക്കെ, പല കാൽക്കുലേഷനും ഇത് നമുക്ക് എളുപ്പമായിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ നീഡ് ഫോർ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ഒരു നീഡ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പൊസിഷൻ വെക്ടർ ഞാൻ പറഞ്ഞു. നൗ ഓക്കെ, ഇനി അപ്പം ഞാൻ ആർന്ന് എഴുതിയ ഒരു വെക്ടർ ഫോമിൽ എഴുതിയത്, അതിന് വേണമെങ്കിൽ എനിക്ക് കമ്പോണൻറ്റ് ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇഫ് R1 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്ടർ R1, അതിൻ്റെ പൊസിഷൻ x1 y1 ആണ്, അതുപോലെ R2ൻ്റെ x2 y2 ആണ്. ദെൻ R സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്യാപിറ്റൽ X ക്യാപിറ്റൽ Y ആണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ അതും എനിക്ക് സെയിം ഫോർമുലയിൽ എഴുതാൻ പറ്റും. അതായത് പൊസിഷൻ വെക്ടറിൻ്റെ ഫോമുല ഞാൻ എഴുതി. അപ്പോൾ അതിന് പകരം എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു m1 x1 plus m2 x2 by m1 plus m2 എന്ന് എഴുതാം. സിമിലർലി ക്യാപിറ്റൽ y ഈക്വൽ ടു m1 y1 plus m2 y2 by m1 plus m2 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ അതിന് കമ്പോണൻറ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, എവിടെയെങ്കിലും കാൽക്കുലേഷൻ വരുമ്പോൾ മാത്രം നമുക്കത് യൂസ് ചെയ്താൽ മതി. നൗ ഓക്കെ, ഇനി ഞാൻ കമ്പോണൻറ്റ് വൈസ് അല്ല പറയുന്നത്, ഒരു ഡിസ്റ്റൻസ് വൈസ് ആണ് പറയുന്നത് വിചാരിക്കുക. എനിക്ക് രണ്ട് മാസ് ഉണ്ട്, m1 m2. രണ്ട് മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് മാസും തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഞാൻ സ്മോൾ d എന്ന് എഴുതി. ഓക്കെ, നൗ സപ്പോസ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് സിയിലാണെന്ന് വിചാരിക്കുക. where c is distance d1 away from the first mass. ഫസ്റ്റ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് d1ഉം സെക്കൻഡ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് d2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി C1ൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ എക്സ് ഡയറക്ഷനിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ വിചാരിക്കുക. സോ എൻ്റെ വൈ ഡയറക്ഷൻ ഒഴിവായി കിട്ടി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് പൊസിഷൻ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഇതിൻ്റെ കമ്പോണൻസ് എടുത്താൽ മതി. സോ m1 ഇൻറ്റു 0 ബിക്കോസ് m1 ഇരിക്കുന്നത് 0-ലാണ്, പ്ലസ് m2 ഇൻറ്റു ഈ രണ്ടാമത്തെ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫുൾ ഡിസ്റ്റൻസ് d ആണ്. സോ m2 ഇൻറ്റു d ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, അതാണ് എക്സ് സെൻറ്റർ ഓഫ് മാസ്, സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു m2 d ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2.
ആ ഡിസ്റ്റൻസ് സീൻ്റെ ഡിസ്റ്റൻസ് ആണ് d1 സെൻറ്റർ എന്നുള്ളത്. സോ d1 ഈക്വൽ ടു m2d ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, അല്ലെങ്കിൽ d2 ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് d മൈനസ് d1, അല്ലെങ്കിൽ m1d ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിന്ന് രണ്ടും കൂടി d ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? m1d1 ഈക്വൽ ടു m2d2. ഓക്കെ, സോ d1 ഉം d2 എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, m1 m2 എന്ന് പറയുന്നത് അതിൻ്റെ മാസുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ മാസ് കൂടുമ്പോൾ ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ ഈ രണ്ട് മാസിൽ ഏത് മാസാണോ കൂടുതൽ വെച്ചാൽ അതിൻ്റെ അടുത്തായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. കാരണം കൂടിയ മാസിൻ്റെ ഡിസ്റ്റൻസ് കുറയും, സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഡിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് മൂൺ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്തിൻ്റെ അടുത്തായിരിക്കും, കാരണം എർത്തിനാണ് മാസ് കൂടുക. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തരാം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, നമ്മളോട് ചെറിയ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടാവും, വാട്ട് ഇസ് ദ ഓർബിറ്റ് ഓഫ് എർത്ത് അറൗണ്ട് സൺ? സണ്ണിന് ചുറ്റും എർത്തിൻ്റെ ഓർബിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദാറ്റ്സ് എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ദ ഫോസൈ. നിയർലി സർക്കുലർ ആണ്, പക്ഷേ കറക്റ്റ് സർക്കുലർ അല്ല, ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എക്സാക്ട്ലി എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ല. എങ്ങനെയാണ് എക്സാക്ട് ഓർബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു എലിപ്സിന് ചുറ്റും ഒരു എന്താ പറയുക, വോബിൾ ചെയ്യുന്ന ഒരു ഷേപ്പ്. ഈ ഷേപ്പിലായിരിക്കും എർത്ത് മൂവ് ചെയ്യുക. എർത്ത് മൂവ് ചെയ്യുന്നത് എക്സാക്ട്ലി എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ല. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്ത് മാത്രമല്ല, അവിടെ മൂണും കൂടി അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. എർത്തിൻ്റെ കൂടെ മൂണുണ്ട്. സോ ബേസിക്കലി എർത്ത് മൂൺ സിസ്റ്റം അതൊരു സിസ്റ്റമാണ്, രണ്ട് പാർട്ടിക്കളുടെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ് സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടെ പാസ് ചെയ്യുക. അതിൽ വരും എർത്ത് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു വോബ്ലിംഗ് പാത്തിലായിരിക്കും. ഓക്കെ, അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വരച്ചതാണ്, അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, വേരിയേഷൻസ് വളരെ കുറവായിരിക്കും. ബിക്കോസ് കമ്പയർഡ് ടു മാസ് ഓഫ് എർത്ത്, മാസ് ഓഫ് മൂൺ ഈസ് വെരി സ്മോൾ. ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, നോക്കുക. ഓക്കെ, അപ്പോൾ ഈ എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്തിൻ്റെ അടുത്തായിരിക്കും, മൂണിൻ്റെ അടുത്തല്ല വരിക. ബിക്കോസ് എർത്തിനാണ് മാസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ വരച്ചിട്ടുണ്ട്, എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഏതാണ്ട് ഈ പോയിന്റിൽ വരും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ആയിരിക്കും, ആ സെൻറ്റർ ഓഫ് മാസ് വിൽ ഫോളോ ദിസ് എലിപ്റ്റിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഈ എലിപ്റ്റിക്കൽ പാത്തിലൂടെ പോവുക. എർത്ത് അല്ല പോവുക, എർത്തിൻ്റെ സെൻറ്റർ അല്ല പോവുക. മൂണ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കുറച്ചും കൂടി വലിയ ഇങ്ങനത്തെ വോബ്ലിംഗ് പാത്തിലൂടെയാവും പോവുക. ഓക്കെ, ഇപ്പോൾ എർത്തിന് വലിയ വേരിയേഷൻ ഉണ്ടാവില്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ ഈ എലിപ്റ്റിക്കൽ പാത്ത് നിന്ന്. ചിലപ്പോൾ നമ്മൾ അത്ര അങ്ങ് നോട്ടീസ് ചെയ്യില്ല, ഞാനിത് എക്സാജറേറ്റ് ചെയ്ത് വരച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. നമ്മൾ 2 പാർട്ടിക്കിൾ സിസ്റ്റവും പറഞ്ഞു, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കാൽക്കുലേഷൻസിൽ നമുക്ക് ഈ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. നമ്മുടെ ഈ കോംപ്ലിക്കേറ്റഡ് ഷേപ്പിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എലിപ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടി കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആവശ്യം വരും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ 2 പാർട്ടിക്കിൾ സിസ്റ്റം പറഞ്ഞു. നൗ വി വിൽ ഗോ ഫോർ an n പാർട്ടിക്കിൾ സിസ്റ്റം. ഓക്കെ, എവിടെയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് റൊട്ടേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു
നമ്മുടെ എർത്തിൻ്റെ തന്നെ റൊട്ടേഷണൽ മോഷൻ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എർത്ത് പോയിന്റ് പാർട്ടിക്കിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് റൊട്ടേഷൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, കാരണം പോയിന്റ് പാർട്ടിക്കിളിന് ഡയമെൻഷൻ ഒന്നുമില്ല, ഒരു സൈഡിലും തിക്നെസ്സും ഇല്ല, എന്താ പറയുക, ഒരു സൈസും ഇല്ല. അതാണ് പോയിന്റ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ റൊട്ടേഷനിൽ നമുക്ക് ഇത് പറ്റില്ല. ഓക്കെ, അപ്പോൾ സപ്പോസ് ഓക്കെ, നമ്മൾ എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിലേക്ക് വരാം. സെൻറ്റർ ഓഫ് മാസ്, ഒരുപാട് പാർട്ടിക്കിൾ ഉണ്ട്. ഇപ്പോൾ എർത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ പല പാർട്ടിക്കിൾ പല ഡിസ്റ്റൻസിലാണ്, പല മാസുകൾ ചെറിയ ചെറിയ പാർട്ടിക്കിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ആ മാസുകളൊക്കെ പല പല ഡിസ്റ്റൻസിലാണ്, സെൻറ്ററിൽ നിന്ന് പല പല ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ എഴുതിയാൽ മതി. ദറ്റ് ഈസ് R1 R2 R3 അതാണ് ഡിസ്റ്റൻസുകൾ, M1 M2 M3 അതാണ് മാസസുകളെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 എക്സെട്ര പ്ലസ് Mn Rn ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര അപ് ടു Mn. ബേസിക്കലി ആ താഴത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസ് ഓഫ് എർത്ത് ആണെങ്കിൽ എർത്ത്, വേറെ ഏതെങ്കിലും സിസ്റ്റം ആണെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റം, ഇപ്പോൾ ഡിസ്ക് ആണെങ്കിൽ ഡിസ്ക്, എന്ത് വേണമെങ്കിൽ അത് ചെയ്യാം നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച്. അല്ലെങ്കിൽ എർത്ത് മൂൺ സിസ്റ്റം ആണെങ്കിൽ അവിടെ 2 പാർട്ടിക്കിളാണ്, അതുപോലെ. അപ്പോൾ അങ്ങനെ നമുക്ക് ടോട്ടൽ ദിസ് ഇസ് എ വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ ആർ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് ഓഫ് പൊസിഷൻ വെക്ടേഴ്സ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ സമ്മേഷൻ ഫോമിൽ എഴുതാൻ പറ്റും. ആർ സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n MI/RI ഡിവൈഡഡ് ബൈ സിഗ്മ MI. ഓക്കെ, എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സമ്മേഷൻ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സമ്മേഷൻ നൊട്ടേഷനൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സമ്മേഷൻ സിഗ്മ എന്ന് പറയുന്നത് ബേസിക്കലി ഐ വേരി ചെയ്യുന്നത് 1 മുതൽ n വരെ. ആദ്യം ഐക്ക് 1 കൊടുക്കുക, സോ M1 R1 പ്ലസ് അടുത്ത ടൈം എമ്മിന് 2 കൊടുക്കുക, M2 R2 പ്ലസ് M3 R3, അങ്ങനെ 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 അങ്ങനെ. താഴെയാണെങ്കിൽ അതുപോലെ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഈസ് എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഫൈൻ. നൗ വി വിൽ ഗോ ഫോർ അനദർ കൺസെപ്റ്റ് കാൾഡ് റിജിഡ് ബോഡി. ഓക്കെ, അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ നമുക്കറിയാം, റിജിഡ് മീൻസ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യില്ല. അങ്ങനത്തെ സാധനത്തിനാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ബലൂണിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനെ എറിയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നിറച്ച ബലൂണിൻ്റെ ഷേപ്പുകൾ മാറാം, അല്ലെങ്കിൽ അതിലുള്ള ഓരോ വാട്ടർ മോളിക്യൂൾസിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസുകളൊക്കെ മാറാം. ഓക്കെ, അങ്ങനത്തെ ബോഡീസിന് ദാറ്റ് ഈസ് നോട്ട് റിജിഡ് ബോഡി. സോ റിജിഡ് ബോഡി എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള ഏതൊരു പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസുകളൊന്നും മാറാൻ പാടില്ല. സച്ച് ബോഡി ഈസ് കാൾഡ് റിജിഡ് ബോഡി. ഇപ്പോൾ എർത്തിന്, ടോട്ടൽ എർത്ത്, ഒരു ഡിസ്ക് എടുക്കുക, എർത്ത് വേണ്ട, ഒരു ഡിസ്ക് എടുക്കുക, ഒരു സോളിഡ് ഡിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഓരോ പാർട്ടിക്കിളും അത് തമ്മിലുള്ള അതിൻ്റെ ഷേപ്പ് മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല. സച്ച് ബോഡി ഈസ് കാൾഡ് റിജിഡ് ബോഡി. എർത്തിനെ നമുക്കിട്ട് റിജിഡ് ബോഡി ആയിട്ട് ചില സമയത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. എക്സാക്ട്ലി കറക്റ്റ് അല്ല, മാറാറുണ്ട്, അത് വേറെ വിഷയം. ബിക്കോസ് അതിൽ ഒരുപാട് ലിക്വിഡ്സും വേറെ പല സംഭവങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് എർത്ത് ഈസ് നോട്ട് എ പ്രോപ്പർ റിജിഡ് ബോഡി. ബട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ, അതിലേക്ക് നിർത്തുന്ന. അപ്പോൾ റിജിഡ് ബോഡി ആകുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ മാസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് ചിലപ്പോൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാവും. സ്മോൾ എലമെൻ്റ് ഓഫ് DM ആയിട്ട് നമ്മൾ പല പല എലമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ മാറും. ഓക്കെ, അപ്പോൾ ഈ സമ്മേഷൻ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ഒരു ഇൻ്റഗ്രേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഒരു റിജിഡ് ബോഡിയുടെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻ്റഗ്രൽ RdM ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ DM. ഓക്കെ, റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ്.
അല്ലെങ്കിൽ എക്സ് കമ്പോണൻ്റ് ആണെങ്കിൽ എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. ആൻഡ് വൈ കമ്പോണൻ്റ് കിട്ടണമെങ്കിൽ ഇൻ്റഗ്രൽ വൈ ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം. Okay, similarly z component. So that is the n particle system. അല്ലെങ്കിൽ n പാർട്ടിക്കിളും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇൻഫിനിറ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ എണ്ണം വളരെ ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ഇൻ്റഗ്രേഷൻ, റിജിഡ് ബോഡിയുടെ കേസിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now we will consider the motion of center of mass. Okay, ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനാണ് ടോട്ടൽ സിസ്റ്റത്തിൻ്റെ മോഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ എർത്ത് മൂൺ സിസ്റ്റത്തിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി സപ്പോസ് ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ M1 M2, അതിൻ്റെ വെലോസിറ്റി V1 V2, അതിൻ്റെ ആക്സിലറേഷൻ A1 A2 എന്ന് വിചാരിക്കാം. രണ്ട് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ടെന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ അപ്പോൾ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. രണ്ട് മാസ് M1 M2. ഓക്കെ, സപ്പോസ് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാസുകൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ there is a gravitational attraction between these two masses that is given by Newton's law of gravitation, F equal to G m1 m2 by r square. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. രണ്ട് മാസുകൾ തമ്മിലുള്ള വേറെ ഫോഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ M1 എന്ന് പറയുന്ന മാസ് M2നെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. തിരിച്ച് M2 എന്ന് പറയുന്ന മാസ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് വരിക. ഓക്കെ, ഇവിടെ ന്യൂട്ടൺസ് തേർഡ് ലോ ഒക്കെ വാലിഡ് ആയിരിക്കും. ഓക്കെ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതാണ് നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്തായിരിക്കും? നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. M1 x1 plus M2 x2 divided by M1 plus M2. ഇനീഷ്യലി ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഫോർമുല ആയിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് M1 V1 plus M2 V2 by M1 plus M2 ആയിരിക്കും. അല്ലെങ്കിൽ ആക്സലറേഷൻ ഈക്വൽ ടു M1 A1 plus M2 A2 divided by M1 plus M2 ആയിരിക്കും. ബിക്കോസ് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഞാൻ പറഞ്ഞു രണ്ട് പാർട്ടിക്കിൾ മാത്രമാണ്, രണ്ട് മാസ് മാത്രമാണെങ്കിൽ വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രാവിറ്റേഷണൽ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആക്സലറേഷൻ്റെ ഫോർമുല എഴുതി. M1 A1 plus M2 A2 by M1 plus M2 എന്ന് എഴുതി. അതിൽ A1 എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാസ്, F equal to ma. അത്രയേ ഉള്ളൂ, സെയിം ഫോർമുല. F equal to ma എന്നുള്ള ഫോർമുലയിൽ A1 equal to F by M1 എന്ന് കിട്ടും, A2 equal to F by M2, ബട്ട് വിത്ത് എൻ ഓപ്പോസിറ്റ് സൈൻ. ഒന്നിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തിരിയും, ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ A1ൻ്റെ A2ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, പുറത്ത് ഫോഴ്സ് ഒന്നുമില്ല, ഈ രണ്ട് പാർട്ടിക്കിളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഫോഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ നടുക്ക് എവിടെയെങ്കിലും വരും. ഏതാണോ മാസ് കൂടുതൽ അതിൻ്റെ അടുത്തേക്കായിട്ട് വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൻ്റെ പാർട്ടിക്കിളിൻ്റെ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ്
ആക്സിലറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, dv/dt, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി. ആക്സിലറേഷൻ 0 ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. v സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് സെൻറ്റർ ഓഫ് മാസിന്റെ മുകളിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺലെസ് ഇറ്റ്സ് ഡിസ്റ്റർബ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, ഇനി ഈ രണ്ട് പാർട്ടിക്കിളും ഇനീഷ്യലി റെസ്റ്റിലാണെങ്കിൽ v1 എന്ന് പറയുന്ന, അതായത് m1 എന്ന് പറയുന്ന പാർട്ടിക്കിളും m2 എന്ന് പറയുന്ന പാർട്ടിക്കിളും ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. സോ v1 ഈക്വൾ ടു v2 ഈക്വൾ ടു 0. സോ സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? 0 വെലോസിറ്റിയിലായിരിക്കും. അല്ലെങ്കിൽ ഇനീഷ്യലി വെലോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. ദാറ്റ്സ് ഇറ്റ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, സോ to summarize, if there is no force act on the system of particle, ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ മുകളിൽ രണ്ടാണെങ്കിൽ രണ്ട്, n പാർട്ടിക്കിൾ ആണെങ്കിൽ n പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ the center of mass of the system moves with constant velocity even if the individual particles accelerates. ഈ രണ്ട് പാർട്ടിക്കിളിനും അല്ലെങ്കിൽ n പാർട്ടിക്കിളാണെങ്കിൽ n പാർട്ടിക്കിളിനും ആക്സിലറേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇന്റേണൽ ആക്സിലറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ആക്സിലറേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. ബട്ട് ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ്, that will be 0 if there is no external force. ഓക്കെ, സോ അതിൻ്റെ ഒരു ചെറിയൊരു ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ പ്രൊജക്ടൈൽ മോഷൻ. നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ +2 പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു പരാബോളിക് പാത്തിൽ അത് വന്ന് വീഴും. അത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊജക്ടൈൽ മോഷൻ. ജാവലിൻ ത്രോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾ എറിയുക. ഓക്കെ, സോ അതിൻ്റെ ഒരു പരാബോളിക് പാത്തായിരിക്കും എന്ന് പറഞ്ഞു. സപ്പോസ് അത് പകുതി എത്തുമ്പോൾ ഈ ബോൾ എക്സ്പ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 കഷ്ണമായി, അല്ലെങ്കിൽ 4 കഷ്ണമായി. ഓക്കെ, 4 കഷ്ണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ 4 കഷ്ണങ്ങൾ 4 സൈഡിലേക്കൊക്കെ പോകും. പിന്നെ പരാബോളിക് പാത്തൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ ഫൈൻ. ബട്ട് നമ്മൾ ഈ 4 കഷ്ണമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ 4 കഷ്ണത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് സ്റ്റിൽ ഫോളോസ് ദ പരാബോളിക് പാത്ത്. ഓക്കെ, ഒരു പരാബോളിക് പാത്തിലാണ് പോകുന്നത് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആ എക്സ്പ്ലോഷൻ കഴിഞ്ഞാലും സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? പരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യും. അപ്പം അതിൻ്റെ അതൊരു വേറൊരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അറ്റ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, പെർട്ടിക്കുലർ വെലോസിറ്റി. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഡീക്കേ ചെയ്തു. ഡീക്കേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റായി, ന്യൂക്ലിയസ് സ്പ്ലിറ്റായി. ഓക്കെ, ചിലപ്പോൾ 2 പാർട്ടിക്കിളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 3 പാർട്ടിക്കിളൊക്കെ ആയിട്ട് ഡീക്കേ ചെയ്യും. ഡീക്കേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതിനും പല ഡയറക്ഷനും പല വെലോസിറ്റിയൊക്കെ ആയിരിക്കും. ഓക്കെ, ബട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് വിൽ ബി എന്താ പറയുക, മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അല്ലെങ്കിൽ ഇനീഷ്യൽ ന്യൂക്ലിയസ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഡീക്കേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പാർട്ടിക്കിൾ 2 ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഇനീഷ്യൽ ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. ബട്ട് സ്റ്റിൽ ഡീക്കേ കഴിഞ്ഞാൽ 2 പാർട്ടിക്കിൾ 2 ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിലും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ ന്യൂക്ലിയസിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അത് മൂവ് ചെയ്യില്ല, അതിന് വെലോസിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇതിൻ്റെ കുറച്ചൊരു എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രം. കൺസെപ്റ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസും. ഓക്കെ, നൗ we will go to another concept called center of mass frame of reference. ഇതിനെ നമ്മൾ C frame എന്നും വിളിക്കും. C frame of reference.
ഇതെന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു എർത്തിന് 2 തരത്തിലുള്ള മോഷൻ ഉണ്ട്. ഒന്ന് അതിൻ്റെ സ്വന്തം ആക്സിസിലുള്ള റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, പ്യുവർ റൊട്ടേഷനാണ്. ആ റൊട്ടേഷന് നമ്മൾ പറയും എന്താ പറയുക, അതുകൊണ്ടാണ് നമുക്ക് ഈ ഡേയ്സ് ഉണ്ടാവുന്നത്. 24 മണിക്കൂറാണ് അതിൻ്റെ പീരീഡ്. ഓക്കെ, ദ സെയിം ടൈം ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് സൺ. ഒരു വലിയൊരു ഓർബിറ്റിൽ, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സണ്ണിന് ചുറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 2 തരത്തിലുള്ള മോഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ, അങ്ങനത്തെ ഒരുപാട് കേസുകൾ വരും. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ എറിയാമെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, സോ ബേസിക്കലി എപ്പോഴും നമ്മൾ ക്രിക്കറ്റ് ബോളൊക്കെ എറിയുമ്പോൾ പറയുക അതിൻ്റെ വെലോസിറ്റി എന്ന് മാത്രമേ പറയാറുള്ളൂ, ലീനിയർ വെലോസിറ്റി. അതായത് സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിനെയാണ് നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരെ മറിച്ച് അത് സ്പിൻ ബോളാണെന്ന് വിചാരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ മോഷനിൽ ഈ കറക്കം കയറി വരില്ല. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരു എക്സ്റ്റെൻഡഡ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. പോയിന്റ് മാസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല റൊട്ടേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ റൊട്ടേഷൻ മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. അതിനെയാണ് നമ്മൾ സി ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിൽ ഞാൻ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ടുവച്ചു. ഓക്കെ, എർത്തിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, ദെൻ എർത്ത് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ അത് മൂവ് ചെയ്തോട്ടെ, ഫ്രെയിമും അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. സോ ബേസിക്കലി സെൻറ്റർ ഓഫ് മാസ് വിൽ ബി അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രെയിമിൽ നിന്ന് അതിൻ്റെ ലീനിയർ വെലോസിറ്റി മെഷർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 0. ലീനിയർ വെലോസിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ 0 ആയിരിക്കും, ലീനിയർ വെലോസിറ്റി 0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും, ലീനിയർ ആക്സിലറേഷൻ 0 ആയിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഈ ലീനിയർ മോഷനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. ഓക്കെ, സോ ബാക്കി റൊട്ടേഷണൽ മോഷൻ മാത്രമായിട്ട് ഇത് മാറും. ഓക്കെ, അപ്പോൾ പ്യുവർ റൊട്ടേഷണൽ മോഷൻ പഠിക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് എളുപ്പമായിട്ട് മാറും. ഓക്കെ, സച്ച് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് കാൾഡ് സി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സി ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലായിരിക്കും ആ റെഫറൻസ് ഫ്രെയിമിൻ്റെ ഒറിജിൻ. സോ ആർ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി 0, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിൽ ബി 0 ബിക്കോസ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രെയിമും അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമുക്ക് ആ ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഈവൻ പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ഫ്രെയിമും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടില്ല, ആക്സലറേഷൻ വിൽ ബി 0. ഓക്കെ, സോ നമ്മൾ പഠിച്ചു മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ഈക്വൽ ടു total mass into velocity of center of mass. So that is equal to m1 v1 plus m2 v2 plus etc mn vn divided by total mass m1 plus m2 plus m3 etc mn. ഓക്കെ, അപ്പോൾ ഇതിൽ v സെൻറ്റർ ഓഫ് മാസ് 0 ആണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സി ഫ്രെയിം എന്ന് പറയുന്നതിനെ 0 മൊമെൻറ്റം ഫ്രെയിം എന്ന് നമ്മൾ പറയും. ഓക്കെ, സി ഫ്രെയിം അല്ലെങ്കിൽ 0 മൊമെൻറ്റം ഫ്രെയിം. ഇത് ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഫ്രെയിമുകൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഓൺലി പ്യുവർ റൊട്ടേഷൻ യു ക്യാൻ യൂസ് ദിസ് ഫ്രെയിം ഓഫ് റെഫറൻസ്, സി ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ 0 മൊമെൻറ്റം ഫ്രെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ റൊട്ടേഷൻ പഠിക്കാൻ കാൽക്കുലേഷൻസ് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും, അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ടുഡേയ്സ് ക്ലാസ് നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഇതേവരെ അതിലേക്ക് എത്തിയിട്ടില്ല.
ഓക്കെ, നമ്മൾ അതിന് മുന്നേ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കുറച്ച് കൺസെപ്റ്റുകളും എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അതുപോലെ ലാസ്റ്റ് നമ്മൾ സി ഫ്രെയിം ഓഫ് റെഫറൻസ് വരെ പറഞ്ഞു. അതായത് പ്യൂർ റൊട്ടേഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, we will continue our discussion on conservation of angular momentum in the next class. Okay, thank you.